ആ ജോലിക്കാരൻ ഈ പാമ്പിനെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താണ് നമ്മൾ വിശ്വസിച്ച് വാങ്ങി കഴിക്കുക? നാം കുടിക്കുന്ന കുപ്പിവെള്ളത്തിൽ മനുഷ്യ വിസർജ്യമടക്കം മുന്തിരി ജ്യൂസ് പതിവായി കുടിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഓട്ടത്തിൽ നിന്ന് പറിച്ച മുന്തിരി അതേപോലെ തന്നെ ജ്യൂസാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ജോലിക്കാരൻ ഈ പാമ്പിനെ കണ്ടില്ലായിരുന്നെങ്കിൽ അതുകൂടി നാം ഉൾപ്പെടെയുള്ളവരുടെ വയറ്റിലേക്ക് പോകുമായിരുന്നു. ഐസ്ക്രീം പതിവായി കുടിക്കുന്നവരാണ് നിങ്ങൾ. ഐസ്ക്രീമിന്റെ കപ്പ് ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യയിലെ തന്നെ മറ്റൊരു ഫാക്ടറി. പതിവായി പാക്കറ്റ് ഫുഡുകൾ വാങ്ങിക്കഴിക്കുന്നവരാണോ നിങ്ങൾ? സ്നാക്സ് ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യയിലെ തന്നെ മറ്റൊരു ഫാക്ടറി. നോക്കൂ, എത്രയധികം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവയൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഇനി ബേക്കറി പലഹാരങ്ങളും ഐസ്ക്രീമും ഫാസ്റ്റ് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഒന്നും കഴിക്കേണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിളുമാണ് കഴിക്കേണ്ടെന്ന് തീരുമാനമെടുത്താലോ? തമിഴ്നാട്ടിൽ കേരള വിപണി മാത്രം ലക്ഷ്യം വിട്ട് ചെയ്യുന്ന ഒരു കൃഷിപ്പാടം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ തളിക്കുന്നത് പച്ചവെള്ളമല്ല, നിരോധിച്ചതും അല്ലാത്തതുമായ കീടനാശിനികളാണ്. ഇനി ഫ്രൂട്ട്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പാകമാകാത്ത ഫലങ്ങൾ പഴുപ്പിക്കാൻ വേണ്ടി കാൽസ്യം കാർബൈഡ് വിതറി 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് പാകമാകും. മുളക് പൊടിയിൽ ചുടുകല്ലിന്റെ പൊടി, മല്ലിപ്പൊടിയിൽ മരപ്പൊടി, തേയിലപ്പൊടിയിലാണെങ്കിൽ പഴയ തേയില ചെണ്ടി ഉപയോഗിച്ചത് ഉണക്കി പൊടിച്ച് വീണ്ടും ചേർത്തത്, കാപ്പിപ്പൊടിയിലാണെങ്കിൽ പുളിയങ്കുരുപ്പൊടി. തീർന്നില്ല, നാം കുടിക്കുന്ന കുപ്പിവെള്ളത്തിൽ മനുഷ്യ വിസർജ്യമടക്കമുള്ള മാലിന്യങ്ങളാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയത്. കൂടാതെ കോളിഫോം അടക്കമുള്ള ബാക്ടീരിയകളും പെട്ടെന്ന് വളർച്ചയുണ്ടാവാനും തൂക്കം വെക്കാനും വേണ്ടി ഇറച്ചി കോഴികൾക്ക് കൊടുക്കുന്ന രാസവസ്തുക്കൾ, മീനിന് പെട്ടെന്ന് വെയിറ്റ് കൂടാനും വേണ്ടി മീനിൽ കുത്തിവെക്കുന്ന ഇഞ്ചക്ഷനുകൾ. കണക്കുകൾ ഇവിടെ തീരുന്നില്ല. വിവാഹത്തിന് വിളമ്പിയ ഭക്ഷണം കഴിച്ച് വധൂവരന്മാർ അടക്കമുള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്കൂളിൽ കൊടുത്ത വ്യാജപ്പാൽ കുടിച്ച് 70ഓളം കുട്ടികൾ ആശുപത്രിയിൽ. പ്രമുഖ ബ്രാൻഡഡ് കറിമസാല ഓർഡറുകളിൽ മാരകമായ വിഷങ്ങൾ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പിന്റെ പുതിയ റിപ്പോർട്ട്. എന്താണ് നമ്മൾ വിശ്വസിച്ച് വാങ്ങി കഴിക്കുക, എന്താണ് നമ്മൾ വിശ്വസിച്ച് വാങ്ങി കുടിക്കുക എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ. മുമ്പ് പുറത്തുപോയി കഴിക്കുമ്പോഴോ പാക്കറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ വീട്ടിലെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പലർക്കും ഉണ്ടാകാറുണ്ട്. മനുഷ്യ ജീവൻ നിലനിർത്താൻ കഴിക്കേണ്ട ആഹാരം തന്നെ മനുഷ്യന്റെ ജീവനെടുക്കുന്ന ഒരു അവസ്ഥ. ഇതിനെക്കുറിച്ചാണ് ഇനി വരുന്ന എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. എല്ലാ കാര്യത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടാകുമല്ലോ, അതുപോലെ നമ്മുടെ ഈ വിഷയത്തിനും ഉണ്ട്. ഒരു ഫ്ലാഷ് ബാക്ക് അല്ല, 2 ഫ്ലാഷ് ബാക്ക്. ആദ്യം നമ്മുടെ മലയാളികളുടെ ജീവിതത്തിലെ ഫ്ലാഷ് ബാക്കിലേക്ക് തന്നെ വരാം. വർഷങ്ങൾക്ക് മുമ്പ് ഓരോ മലയാളിയുടെയും ജീവിതം ആരംഭിക്കുന്നത് തന്നെ അവന്റെ മുറ്റത്തോ തൊടിയിലോ ഉള്ള കിണറ്റിൽ നിന്ന് 1-2 ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടായിരിക്കും. ഈ വെള്ളം നമ്മൾ കിണറ്റിൽ നിന്ന് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ വലിയൊരു എക്സർസൈസാണ്. ഇന്നിപ്പോൾ എല്ലാ വീടുകളിലും പൈപ്പുണ്ട്. കിണറുള്ള വീടുകളിൽ തന്നെയും അത് ഗ്രില്ലിട്ട് മൂടി മോട്ടോർ വെച്ച് വെള്ളമെടുക്കുകയാണ് പതിവ്. അന്ന് മിക്ക വീടുകളിലും എന്തെങ്കിലും കൃഷി കാണുമായിരുന്നു. 3-4 മൂട് വാഴയോ തെങ്ങോ അല്ലെങ്കിൽ കുറച്ച് പച്ചമുളകിന്റെ കൃഷിയോ പടവലമോ കാച്ചിലോ അങ്ങനെ എന്തെങ്കിലും. ആ കൃഷി സ്ഥലത്ത് പോയി ഒന്ന് തെങ്ങിന് തടമെടുക്കുകയോ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിടുകയോ ചെയ്തു. ഇതൊക്കെ തന്നെ രാവിലത്തെ വലിയൊരു എക്സർസൈസാണ്. അപ്പോഴേക്കും വീട്ടിൽ ചായ റെഡിയായിരിക്കും. ഇന്നത്തെ പോലെ കവർ പാലിലുള്ള ചായയല്ല. അന്ന് മിക്ക വീടുകളിലും പശു കാണുമായിരുന്നു. അപ്പോൾ ആ പശുവിൻ്റെ പാലിൽ നിന്നുള്ള ചായ ആയിരിക്കും കുടിക്കുന്നത്. ആ സമയത്ത് വീട്ടിൽ സ്ത്രീകൾ രാവിലെയുള്ള പ്രാതലിനുള്ള ഒരുക്കത്തിലായിരിക്കും. തലേ ദിവസം വളരെ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന അരിയും ഉഴുന്നും ആട്ടുകളിൽ നന്നായി അരച്ചെടുത്ത ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഉരലിൽ ഉലക്ക വെച്ച് ഇടിച്ചെടുത്ത ശേഷം തയ്യാറാക്കുന്ന പുട്ടോ, ഇങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങൾ വരച്ചെടുക്കുക, പുട്ടിനാവശ്യമായ പച്ചരി ഉരലിൽ ഇടിച്ചെടുക്കുക എന്നതൊക്കെ തന്നെ അന്നത്തെ സ്ത്രീകൾക്ക് വലിയൊരു വ്യായാമമായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ളത് ഉച്ചത്തെ ഊണാണ്. ഊണിനുള്ള മീൻകറിക്ക് വറ്റൽ മുളകും പച്ചമല്ലിയും ചട്ടിയിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാക്കി അത് അരകല്ലിൽ വെച്ച് അരച്ചെടുക്കുന്ന മീൻകറിയും പിന്നെ അതിനൊപ്പം തോരനോ അവിയലോ മെഴുക്ക് പുരട്ടിയോ അങ്ങനെ എന്തെങ്കിലും.
ഇതിനൊപ്പം കുടിക്കാൻ കഞ്ഞിവെള്ളമോ ജീരകവെള്ളമോ അങ്ങനെ എന്തെങ്കിലും. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന ഒരു സമയമായിരിക്കും. അവർക്കുള്ള 4 മണി പലഹാരം, കോഴിക്കട്ടയോ ഇലയടയോ ഏത്തപ്പഴം ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്തതോ അങ്ങനെയുള്ള നാടൻ പലഹാരങ്ങൾ. ഇനി രാത്രി ഭക്ഷണത്തിനാണെങ്കിൽ കഞ്ഞി, പയർ, ചുട്ട പപ്പടം, ചമ്മന്തി, അല്ലെങ്കിൽ ഉച്ചത്തെ ചോറും മീൻകറിയും ബാക്കിയുണ്ടെങ്കിൽ അത്, അങ്ങനെ എന്തെങ്കിലുമുള്ള ലളിതമായ ഭക്ഷണങ്ങൾ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്ലാഷ് ബാക്കിലേക്ക് വരാം. 1916 വൈറ്റ് കാസിൽ എന്ന അമേരിക്കൻ കമ്പനിയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് വിൽപ്പനശാലകൾ ആരംഭിച്ചത്. തുടർന്നാണ് ലോകത്ത് വ്യാവസായിക വിപ്ലവവും ഹരിത വിപ്ലവവും വരുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമാക്കിയ ആഗോളവൽക്കരണം കൂടി വന്നതോടുകൂടി ഒരു രാജ്യത്തെ ഭക്ഷണം മറ്റു രാജ്യക്കാർക്കും കഴിക്കാമെന്നുള്ള ഒരവസ്ഥയായി. തുടർന്ന് വന്ന ഫ്രിഡ്ജിന്റെയും കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയുടെയും കണ്ടുപിടുത്തങ്ങളോടുകൂടി ഭക്ഷ്യധാന്യങ്ങളും മാംസവും അടക്കമുള്ളവ മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാമെന്നുള്ള ഒരു അവസ്ഥയും വന്നു. തുടർന്ന് വമ്പൻ കമ്പനികളുടെ പ്രോഡക്റ്റ് ഫുഡും ഫാസ്റ്റ് ഫുഡുമെല്ലാം ലോകമെമ്പാടും എത്തി. ടെലിവിഷൻ മുതൽ ഫുഡ് ബ്ലോഗർമാർ വരെ ഉള്ളവർ ഇതിന്റെ പ്രചാരകരായി. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ടായി. നാട്ടുകാർ അന്യരാജ്യങ്ങളിലെ ഭക്ഷണശീലങ്ങൾ പകർത്താൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ പല നാടൻ ഭക്ഷണങ്ങളും മറവിയിലാകാനും നമുക്കെല്ലാവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനും തുടങ്ങി. ഇനി നമുക്ക് ഇന്നത്തെ ഓരോ മലയാളിയുടെയും ഒരു ദിവസത്തെ ഭക്ഷണക്രമത്തിലേക്ക് വരാം. രാവിലെ കവറുപാലിലെ ചായ അല്ലെങ്കിൽ കോഫി കുടിച്ചിട്ടായിരിക്കും മിക്ക മലയാളികളുടെയും ഇന്നത്തെ ഒരു ദിവസത്തെ ജീവിതം ആരംഭിക്കുന്നത്. പശുവും പാലൊക്കെ ഇന്ന് കിട്ടാൻ വളരെ പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ പശുവുള്ള വീടുകളും വളരെ കുറവാണ്. എല്ലാ വീടുകളിലും പൈപ്പുള്ളത് കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കണ്ട. അങ്ങനെ ഒരു എക്സസൈസും രാവിലത്തേതിൽ നിന്നും നഷ്ടപ്പെട്ടു. എന്തിന്, രാവിലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുന്ന പലരെയും എനിക്ക് നേരിട്ടറിയാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരിയുള്ള ഭക്ഷണങ്ങൾ വളരെ അപൂർവം പേരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മാവ് പുറത്തുനിന്ന് പാക്കറ്റ് മാവ് വാങ്ങി ഇതൊക്കെ ഉപയോഗിക്കുകയാണ് പതിവ്. ബർഗറും പിസയും സാൻഡ്വിച്ചും ഒക്കെ രാവിലെ പതിവായി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ആളുകളും നമ്മൾക്കിടയിലുണ്ട്. കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ അവർ പതിവായി ടിവിയിലെ പരസ്യം കണ്ട് പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല. ചപ്പാത്തിയോ അല്ലെങ്കിൽ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ സാൻഡ്വിച്ചോ ബ്രെഡ് ഓംലേറ്റോ നൂഡിൽസോ ഇതൊക്കെയാണ് ഇഷ്ടം. മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് ആഹാരം കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു രീതി കൊണ്ടുകൂടിയാവും ഇങ്ങനെയൊക്കെ വരുന്നത്. ഇനി ഉച്ചഭക്ഷണത്തിനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചോറ്, മീൻകറി, അവിയൽ, തോരൻ ഇങ്ങനെയൊക്കെ കഴിക്കുന്നവർ ഇന്ന് വളരെ കുറവാണ്. എന്നാൽ അതിനേക്കാളും ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ പ്രിയം ബിരിയാണി, ഫ്രൈഡ് റൈസ്, പുലാവ്, നൂഡിൽസ്, കുഴിമന്തി. വിശദമായി ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ലെന്ന് പറഞ്ഞ് ബർഗറും സാൻഡ്വിച്ചും പിസയും ഒക്കെ കഴിക്കുന്ന മലയാളികളും ഇന്ന് നമുക്കിടയിലുണ്ട്. ഇനി ഇവയ്ക്കൊപ്പം മിക്കവാറും കുടിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സുകളാണ്. പിന്നെ വൈകിട്ടുള്ള ചായക്കാണെങ്കിൽ പഴയ നാടൻ പലഹാരങ്ങളെക്കാളും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. രാത്രി ഭക്ഷണം വളരെ ലഘുവായിരിക്കണമെന്നും കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം എന്നാണ്. ഇത് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം മാത്രമല്ല, നമ്മുടെ ശരീരത്തിനും അതാണ് നല്ലത്. എന്നാൽ ഞാൻ അടക്കമുള്ള മലയാളികൾ ഭക്ഷണം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് രാത്രിയാണ്. അതിന് 1-2 കാരണങ്ങൾ കൂടിയുണ്ട്. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് ടിവിയുടെ മുന്നിലോ ഫോണിന് മുമ്പിലോ ഇരുന്നായിരിക്കും. നമുക്കിഷ്ടപ്പെട്ട സിനിമയോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാമുകളോ കണ്ടിട്ടായിരിക്കും രാത്രി ഭക്ഷണം മിക്കവാറും കഴിക്കുന്നത്. ചിലപ്പോൾ ആ കാണുന്ന പരിപാടിയുടെ സമയ ദൈർഘ്യം അനുസരിച്ച് നമ്മളിരുന്ന് ഭക്ഷണം കഴിച്ചു പോകും. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പുറത്തുനിന്നാണ് ഭക്ഷണമാണെങ്കിൽ പൊറോട്ടയ്ക്കൊപ്പം ചിക്കൻ ഫ്രൈയോ ബീഫിന്റെ ഐറ്റംസുകളോ മട്ടന്റെ ഐറ്റംസുകളോ ഫിഷിന്റെ ഐറ്റംസുകളോ ഇതൊക്കെ മിക്കപ്പോഴും കറിയായിട്ടല്ല നമ്മൾ കഴിക്കുന്നത്, ഫ്രൈ ചെയ്തായിരിക്കും കഴിക്കുന്നത്. ഇതിനൊപ്പം അൽഫാം, ഷവർമ, ഷവായി, പിസ്സ, ബർഗർ, പിന്നെ മദ്യം വിളമ്പുന്ന പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ യാതൊരു ലിമിറ്റേഷനും ഇല്ലാതെ ഉള്ള ഭക്ഷണം മുഴുവനും വാരി വലിച്ച് അകത്താക്കും. ഇങ്ങനെ പോകുന്നു ഇന്നത്തെ കാലത്തെ ഓരോ മലയാളിയുടെയും ഭക്ഷണക്രമം. ഫാസ്റ്റ് ഫുഡും ബേക്കറി പലഹാരങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സും ഫ്രൂട്ട്സും വെജിറ്റബിളും ഭക്ഷ്യധാന്യങ്ങളും കരമസാലപ്പൊടികളും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതക്രമം ഇനിയിപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാര മാർഗം? നമ്മളെ വിചാരിച്ചാൽ എങ്ങനെ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ കഴിയും? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ
നിങ്ങളുമായി സംസാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റുകളായി എന്നെ എഴുതി അറിയിക്കുക. വീഡിയോയുമായി തമ്മിൽ വീണ്ടും കാണുമ്പോഴേക്കും സൈൻ ഔട്ട്.